അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പുറത്തു പോവാണ്. തുമ്മല് പിടിച്ചു, അതിപ്പോ എന്തോ അലർജിയുടേതാണ്. അപ്പൊ നമ്മൾ പോകുന്നത് പാരമൗണ്ടിലേക്കാണ്, വാണിയംകുളത്തെ. അതെ, സച്ചിന്റെ ന്യൂ ലുക്ക് എങ്ങനെയുണ്ട്? നമ്മൾ കുറച്ചൊന്ന് ലേറ്റായി, 9 മണിയായി, എന്നാലും അടച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ സെലിബ്രേഷൻ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മുടെ കേക്ക് ഇതാണ്. എങ്ങനെയുണ്ട് കേക്ക്? ഇപ്പോഴത്തെ പുതിയ മോഡൽ എല്ലാവർക്കും ഇഷ്ടമായോ? കമൻറ്റിലോ. ഹലോ, അപ്പം ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കി നോക്ക്, ഇത് അത്തറാണ്. ഞാൻ മലപ്പുറത്ത് പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഏത് ഫ്ലേവറിലവരാക്കി തരുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ CR7 സ്പ്രേയുടെ ഫ്ലേവറാണ്. അങ്ങനെ എല്ലാവരുടെയും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം നേരെ എല്ലാവരുടെയും ഫുഡ് കഴിക്കാൻ പോയത്. ഇപ്രാവശ്യം ഒരു വെറൈറ്റി മാറ്റി പിടിച്ചതാണ്. എന്നും നമ്മളിവിടെ അടുത്തുള്ള TNTയിലേക്കാണ് പോവാറ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വാണിയംകുളത്തുള്ള പാരമൗണ്ടിലേക്കാണ് പോയത്. ഞങ്ങൾ ജസ്റ്റ് തലേദിവസം ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് സെലിബ്രേഷൻ നടത്താൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ അവർ ഓൾറെഡി നമുക്ക് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ടേബിള്. അപ്പം നമ്മൾ എന്നിട്ടൊരു 9:30 ആകുമ്പോഴാണ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നേരത്തെ ഇറങ്ങണം വിചാരിച്ചാണ്, പക്ഷെ ലേറ്റായി. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ടേബിൾ സെറ്റാക്കണ വരെ നമ്മളൊന്ന് പുറത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ എന്നിട്ട് നേരെ നമ്മൾ ആദ്യം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു. കാരണം ഓർഡർ ചെയ്തിട്ട് ഫുഡ് എത്താൻ ഇത്തിരി ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു എല്ലാവരും കൂടി. കേക്ക് പിന്നെ ആസ് യൂഷ്വൽ അമ്മയുടെ കേക്ക് അടിപൊളിയായിരുന്നു. ഇപ്പോൾ കുറേ ആയി അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കാറില്ല, അതുകൊണ്ട് നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് നല്ല കൂടിയിട്ട് പോലെ തോന്നും. കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് കേക്ക് അവിടെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അച്ഛൻ ഇപ്രാവശ്യം വീഡിയോ കോൾ വിളിക്കാൻ അപ്പം പറ്റിയില്ല, ഭയങ്കര വർക്കായിരുന്നു. അതുകൊണ്ട് വീഡിയോ കോൾ വിളിക്കാൻ അതിന് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. നമ്മൾ ആദ്യം സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്തത് ഡ്രാഗൺ ചിക്കൻ ആയിരുന്നു. പിന്നെ സച്ചുവിന് ആദ്യം പറഞ്ഞിരുന്നു സച്ചുവിന് ബട്ടർ ചിക്കനും മതിയെന്ന്. പിന്നെ നമ്മളൊരു ഫ്രൈഡിൻ്റെ ഒരു 8 പീസ് കോംബോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും തന്നെയാണ് അവസ്ഥ, നമ്മളെപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴും മതിയാവില്ല എന്ന് വിചാരിക്കുക. കാരണം അപ്പം നല്ല വിശപ്പുണ്ടാവും ചെയ്യുമല്ലോ. പക്ഷെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും മതിയായി. ഫുഡ് ഒരുപാട് നമുക്ക് വീട്ടിലേക്ക് പാർസൽ കൊണ്ടുവരേണ്ടി വന്നു. ഈ അച്ചാർ എന്താണെന്ന് റിസൂം ചെയ്ത് കാണിക്കണത്. അമ്മ ഇവിടെ ആദ്യമായിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നത്. അപ്പം ഞാനും ഏട്ടനും മുന്നേ കഴിക്കാൻ പോയപ്പോൾ ഇവിടെ നല്ല നമ്മുടെ ഉണക്കമുന്തിരി അച്ചാർ കിട്ടുമായിരുന്നു ബിരിയാണിയുടെ കൂടെ. ഇവിടുത്തെ സ്പെഷ്യലാണത്.
അപ്പം അതിന് വേണ്ടിയിട്ടാണ് അമ്മ ആ അച്ചാറൊന്ന് കൊണ്ടുവന്ന് തരുമോ ചോദിച്ചത്. പക്ഷെ അവർ കൊണ്ടുവന്നത് നാരങ്ങച്ചാറായിപ്പോയി. വണ്ടിയിൽ കയറാൻ പോകുന്നു. ഇപ്പോ ടൈം വന്നിട്ട് 11:15. ഞങ്ങളിപ്പോഴും വീട്ടിൽ കയറിയിട്ടില്ല. അപ്പം അത്രയേ ഉള്ളൂ. ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.